ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എലഗൻസ് വിത്ത് പെർഫെക്ഷൻ, ആഭരണങ്ങളുടെയും കോസ്മെറ്റിക്സിന്റെയും വലിയ കളക്ഷൻ. ഗ്രാൻഡ് ലേഡീസ് ഹബ്, 3 പീടിക. ഇനി വിവാഹം ഇന്റിമേറ്റ് മാട്രിമോണിയിലൂടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ, വിവാഹം വരെ സർവീസ്. ഇന്നും ഇഷ്ടങ്ങൾക്കൊപ്പം ഇന്റിമേറ്റ് മാട്രിമോണി, ബ്യൂട്ടിഫൈയിങ് യുവർ ലൈഫ്. ദൈവവിഗ്രഹങ്ങൾക്ക് അനുയോജ്യമായ ഉടയാടകൾക്കും ആഭരണങ്ങൾക്കും മഹാദേവ ക്രിയേഷൻസ്, ഓപ്പോസിറ്റ് വെണ്ണിക്കൽ ശിവക്ഷേത്രം, കോതുകുളം, വലപ്പാട്. ലോകം അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അതിനനുസരിച്ചുള്ള ആധുനിക വിദ്യാഭ്യാസം സ്കൂൾ തലത്തിൽ തന്നെ വിദ്യാർത്ഥികൾക്ക് ലഭ്യമാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ പറഞ്ഞു. മതിലകം പുതിയകാവ് പാപ്പിനിമട്ടം AMUP സ്കൂളിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷവും പൂർവ്വ വിദ്യാർത്ഥി സംഗമവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി വിദ്യാഭ്യാസ മേഖലയിൽ വിവിധ നൂതന പദ്ധതികൾ നടപ്പാക്കും. വിദ്യാർത്ഥികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും ആധുനിക സാങ്കേതിക വിദ്യകളുമായി പരിചയപ്പെടുത്തുന്നതിനുമായി ഡിജിറ്റൽ സ്ക്വയർ അറേസ് തുടങ്ങി പദ്ധതികൾ നടപ്പാക്കും. പഠനരംഗത്ത് നിലവിലുള്ള പോരായ്മകൾ കണ്ടെത്തി പരിഹരിക്കുന്നതിനായി താരാപഥം പദ്ധതി തുടക്കം കുറിക്കുമെന്നും മന്ത്രി പറഞ്ഞു. 75ാം വാർഷികം ആഘോഷിക്കുന്ന ഈ AMUP സ്കൂൾ നല്ല പ്രൗഢിയോടുകൂടി തലയുയർത്തി നിൽക്കുന്ന സ്കൂളാണ്. അപ്പൊ ഈ സ്കൂൾ ഇനിയും ദീർഘകാലം നല്ല നിലയിൽ ഇവിടം പ്രവർത്തിക്കണം. ഇന്ന് നമുക്കറിയാം, നമ്മുടെ പ്രൈമറി സെക്കൻഡറി വിദ്യാഭ്യാസമൊക്കെ കൂടുതൽ ശക്തിപ്പെടുത്തേണ്ട ഒരു കാലമാണ്. ലോകത്ത് വലിയ മാറ്റങ്ങളാണ്. ശാസ്ത്ര സാങ്കേതിക പുരോഗതിയിൽ വലിയ മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പ്രൈമറി വിദ്യാഭ്യാസവും നമ്മുടെ സെക്കൻഡറി വിദ്യാഭ്യാസവും ഒക്കെ ലോകോത്തര നിലവാരമുള്ളതും ആധുനികമായ രീതിയിലുള്ളതും ഒക്കെ ആവണം. ഇപ്പോൾ സ്കൂളുകളിലൊക്കെ നമുക്കറിയാം, ഡിജിറ്റൽ ക്ലാസ് റൂമുകളുണ്ട്. കമ്പ്യൂട്ടർ വിദ്യാഭ്യാസം ഏറെക്കുറെ സാർവത്രികമാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൂടി നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലേക്ക് കടന്നു വരികയാണ്. അപ്പോൾ അതൊക്കെ ആധുനിക രീതിയിലുള്ള ശക്തമായ വിദ്യാഭ്യാസം, കുറ്റമറ്റ വിദ്യാഭ്യാസം പ്രാഥമിക തലത്തിൽ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഉണ്ടാവണം. ഗവൺമെൻറ്റുകൾ തുടർച്ചയാണ്. കഴിഞ്ഞ കാല ഗവൺമെൻറ്റുകൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. ഇനിയിപ്പോൾ ഞങ്ങൾ പുതിയതായി വന്ന ഈ സർക്കാരും അത്തരം ചില പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ സർക്കാരിൻ്റെ 100 ദിന കർമ്മ പരിപാടിയിൽ എല്ലാ സ്കൂളുകളിലും ഒരു ഡിജിറ്റൽ സ്ക്വയർ, ഈ സാങ്കേതിക വിദ്യയെ കുട്ടികളെ പരിചയപ്പെടുത്താൻ, അതുപോലെ തന്നെ ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ എറൈസ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും റോബോട്ടിക് സയൻസും കുട്ടികളെ പരിചയപ്പെടുത്താൻ ഒക്കെയുള്ള ചില പദ്ധതികൾ വരാൻ പോവുകയാണ്. അപ്പോൾ ആധുനിക നിലവാരത്തിലേക്ക് നമ്മളുടെ വിദ്യാഭ്യാസത്തെ നമ്മൾ ഉയർത്തണം. അതോടൊപ്പം തന്നെ ചില പോരായ്മകളും നമ്മുടെ വിദ്യാഭ്യാസത്തിലുണ്ട്. വളരെ ഒറ്റപ്പെട്ട ചില വിമർശനങ്ങൾ. 10ാം ക്ലാസ് കഴിഞ്ഞിട്ടും പേരെഴുതാൻ അറിയാത്ത കുട്ടികളുണ്ട് എന്ന ആക്ഷേപമുണ്ട്. അപ്പം ഞങ്ങളത് പരിശോധിക്കാൻ തീരുമാനിച്ചു. അതാത് ക്ലാസ്സുകളിൽ ലഭ്യമാകേണ്ട വിവരം, വിജ്ഞാനം, പഠിപ്പ് കുട്ടിക്ക് കിട്ടിയിട്ടുണ്ടോ, ആർജിക്കേണ്ട വിവരം ആർജിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ താരാപഥം എന്ന പേരിൽ ഒരു പദ്ധതി ഈ സർക്കാരിൻ്റെ 100 ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 4ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും ഒക്കെ ശക്തമായ പരീക്ഷകൾ വെച്ച് അങ്ങനെ കുട്ടികളെ സ്ക്രൂട്ടണി ചെയ്യണം എന്നുള്ള നിർദ്ദേശമൊക്കെ ഉണ്ട്. പക്ഷേ വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം കുട്ടികൾ അങ്ങനെ തോൽപ്പിക്കാൻ പാടില്ല. പിന്നെ അതൊക്കെ ഉണ്ടാക്കാവുന്ന വേറെ കുറെ പ്രതിസന്ധികളുണ്ട്. സ്ത്രീ വിദ്യാഭ്യാസം ശക്തിപ്പെടുന്നത് ഏറെ ശുഭകരമായ മാറ്റമാണെന്നും മന്ത്രി പറഞ്ഞു. സ്കൂളിന് സമീപം MP കുഞ്ഞബ്ദുള്ള സാഹിബ് നഗറിൽ നടന്ന ചടങ്ങിൽ സംഘാടക സമിതി സുബൈർ കാക്കശ്ശേരി അധ്യക്ഷത വഹിച്ചു. മുൻ MLA E.T. ടൈസൺ മുഖ്യാതിഥിയായി. സംസ്ഥാന ഗവൺമെന്റും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ സംഘടനകൾ, പൂർവ്വ വിദ്യാർത്ഥി സംഘടനകളുണ്ട്, അധ്യാപക രക്ഷാകർതൃ സംഘടനയുണ്ട്, മാതൃ സംഘടന, എല്ലാ സംഘടനകളും ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ നേരത്തെ ഇവിടെ പത്രം സൂചിപ്പിച്ച പോലെ നിരവധിയായിട്ടുള്ള പൂർവ്വ വിദ്യാർത്ഥിയുടെ ബാച്ചുകൾ ഉൾപ്പെടെ കൂടിച്ചേർന്നുകൊണ്ട് വിദ്യാഭ്യാസ രംഗത്തെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാനുള്ള നല്ല ശ്രദ്ധ ഇപ്പോൾ ഉണ്ടാകുന്ന കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ലോകത്തിൻ്റെ
വികസനത്തിൽ കേരളം അടയാളപ്പെടുത്താൻ കഴിയുന്നത് ഗോൾഡൻ സ്പോട്ട് ഓഫ് ഏഷ്യ എന്ന് പറയുന്ന ഈ കൊച്ചു കേരളത്തെ ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നത് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തുള്ള പുരോഗതിയാണ്. സീഷോർ ഗ്രൂപ്പ് MD മുഹമ്മദ് അലി, സ്കൂൾ മാനേജർ MK സൈഫുദ്ദീൻ, വാർഡ് മെമ്പർ RM ജലീൽ, PTA പ്രസിഡന്റ് ഡോക്ടർ ഷാഖി സന്ദീപ്, MPTA പ്രസിഡന്റ് അനിത ജിനിൽ, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് മുഹമ്മദ് ഇക്ബാൽ കാക്കശ്ശേരി, പൂർവ്വ അധ്യാപക സംഘടനാ പ്രസിഡന്റ് KK കമലാവതി, പ്രധാന അധ്യാപകൻ BA മുഹമ്മദ് റാഫി, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ MA ഷാഹിർ തുടങ്ങിയവർ സംസാരിച്ചു. പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് തയ്യാറാക്കിയ സ്മരണികയുടെ പ്രകാശനവും ചടങ്ങിൽ നടന്നു. തുടർന്ന് പൂർവ്വ വിദ്യാർത്ഥി സംഗമം, വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ, സാംസ്കാരിക പരിപാടികൾ എന്നിവ ആഘോഷത്തിന് മാറ്റുകൂട്ടി. ലോകം എത്ര വേഗത്തിലാണ് നീങ്ങുന്നത്. ഓരോ നിമിഷവും സന്തോഷം മാത്രം. ഓരോ വസ്ത്രങ്ങൾക്കും ഒരു കഥയുണ്ട്. ആഘോഷത്തോളം വളർന്ന സ്വപ്നങ്ങളുടെ കഥ. ആ സ്വപ്നങ്ങൾ കൊണ്ട് നാം നെയ്ത ആത്മവിശ്വാസത്തിന്റെ കഥ. നാം എന്ത് ധരിക്കുന്നു എന്നതിലല്ല, അത് നമുക്ക് നൽകുന്ന ആത്മവിശ്വാസത്തിലാണ് യഥാർത്ഥ സൗന്ദര്യം. ഓരോ നൂലിഴകളും നെയ്തെടുത്ത ആത്മവിശ്വാസത്തിന്റെ സൗന്ദര്യം. ഈ ബന്ധം ഒരു വികാരമാണ്. നിങ്ങൾക്കായി മാത്രം നെയ്തെടുത്ത പട്ടിന്റെ കഥ. ബ്യൂട്ടി സിൽക്സ്. വാക്കുകൾ നിശബ്ദമാകുമ്പോൾ വസ്ത്രങ്ങൾ സംസാരിക്കട്ടെ.